പ്രിയപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നമസ്കാരം. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാവുന്ന ഒരു ബാച്ചാണ് നിങ്ങളുടെ. കാരണം ഇതൊരു കൊറോണ കാലഘട്ടത്തിലുള്ള പ്ലസ് ടു വിദ്യാർത്ഥികളാണ് നിങ്ങൾ. വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ മക്കളോടൊക്കെ പറയാം, ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴായിരുന്നു കൊറോണ കാലഘട്ടം. ആ കൊറോണ കാലഘട്ടത്തിനെയും പ്ലസ് ടുവിനെയും ഞാൻ സമർത്ഥമായിട്ട് അതിജയിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഭാഗധേയം തീരുമാനിക്കുന്ന ഒരു വർഷമാണ് പ്ലസ് ടു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ 3 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. +1 സയൻസിന് പോകാം, +1 ഹ്യൂമാനിറ്റീസിന് പോകാം, അല്ലെങ്കിൽ +1 കോമേഴ്സ് പഠിക്കാം. പക്ഷേ +2 സയൻസ് കഴിഞ്ഞാലോ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വാതിലുകളുണ്ട്. ഒരു 400ഓളം ഡിഫറെൻ്റ് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും +2 സയൻസ് കഴിയുകയാണെങ്കിൽ. അതിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് മെഡിക്കൽ മേഖലയിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. MBBS, BHMS, BAMS, BPharm പോലത്തെ, BSc നഴ്സിംഗ് പോലത്തെ കുറേ കോഴ്സുകൾ മെഡിക്കൽ മേഖലയിൽ പഠിക്കാനുണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലത്തെ കുറേ എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. BSc കോഴ്സുകളുണ്ട്. BSc ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇങ്ങനെ കുറേ BSc കോഴ്സുകളുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കൂടാതെ പോളിടെക്നിക്കുകളിൽ ഇഷ്ടംപോലെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പോകാൻ പറ്റുക +2 സയൻസ് പഠിച്ചവർക്കാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഈ വർഷത്തിന് ശേഷം എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലി കോമ്പീറ്റൻ്റ് ആയവന് മാത്രമേ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തേ മതിയാവുള്ളൂ. സാധാരണ കേസിൽ +1 മാർച്ച് 31 കഴിഞ്ഞാൽ ഏപ്രിൽ 1 തൊട്ട് +2വിൻ്റെ പഠനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ജൂൺ മാസമായി കഴിഞ്ഞു. ഇതുവരെയായിട്ടും നമുക്ക് സ്കൂളുകൾ ക്ലാസ് തുടങ്ങിയിട്ടില്ല. കൊറോണയുടെ ഈ ഒരു ഭീഷണി എത്ര ദിവസം വരെ നീണ്ടു നിൽക്കുമെന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഈ കൊറോണ കാലവും നമ്മൾ അതിജയിക്കും. അതിനുശേഷം പരീക്ഷകൾ വരും. അവിടെ നിങ്ങൾ മത്സര പരീക്ഷയിൽ ഏറ്റവും മികച്ചവന് മാത്രമേ അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം എനിക്കറിയാം, നിങ്ങളെല്ലാം വീട്ടിലിപ്പം ലോക്ക്ഡൗൺ സിറ്റുവേഷനിലാണ്. കാര്യമായിട്ടുള്ള പഠനങ്ങളൊന്നും നടക്കുന്നില്ല. എന്നിരുന്നാലും എൻ്റെ ഭാഗത്തു നിന്നൊരു കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുക, ഒരു 10 കുട്ടികൾക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം ലഭിക്കുകയാണെങ്കിൽ എന്ന മനസ്സുദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സോളിഡ് സ്റ്റേറ്റ്. ഞാൻ ഈ സോളിഡ് സ്റ്റേറ്റ് ആ ചാപ്റ്റർ 3 പാർട്ടായിട്ട് കംപ്ലീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ ചാപ്റ്ററാണ്. ഏകദേശം ക്ലാസ് റൂമിൽ ഒരു 12 മണിക്കൂറൊക്കെ എടുത്താൽ മാത്രം തീരുന്ന ചാപ്റ്ററാണ്. പക്ഷേ കഴിയുന്നതും കുറഞ്ഞ സമയത്തിൽ കംപ്ലീറ്റ് കൺസെപ്റ്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 3 പാർട്ടായിട്ട് ഈ ചാപ്റ്റർ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ പാർട്ടിൽ ഞാൻ 3 കാര്യമാണ് പറയുന്നത്. അതിലൊന്ന് ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഭാഗം, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുക. രണ്ടാമത്തത് ഡിസ്കസ് ചെയ്യുക ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റൽസ് എന്ന ഭാഗമാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് സോളിഡ്സിനെ ക്രിസ്റ്റൽസ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നായിട്ട് മാറ്റാം. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റൽസ് ആണ് സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട് ദാറ്റ് ഈസ് ക്ലോസ് പാക്കിംഗ് ആൻഡ് വോയിഡ്സ് എന്ന് പറയുന്ന തേർഡ് പാർട്ട്. ഇതിൽ ഈ 2 പാർട്ട് കുറേ തിയറി പാർട്ടുകളാണ്. ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഏത് തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും നിങ്ങൾക്ക് എലിജിബിൾ ആക്കാനുള്ള കൺസെപ്റ്റ് ബൂസ്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള ക്ലാസ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കറിയാം മാറ്ററിന് ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൽ ഗ്യാസ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, പ്ലാസ്മ സ്റ്റേറ്റ് ഉണ്ട്,
then Bose-Einstein condensate, fermionic condensate, superfluid Fermi gas തുടങ്ങിയ ഒരുപാട് സ്റ്റേറ്റ്സ് മാറ്ററിനുണ്ട്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഇസ് സോളിഡ്സ് ആണ്. സോളിഡ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. സോളിഡിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകത സോളിഡ്സിലെ മോളിക്യൂൾ തമ്മിലുള്ള ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ സോളിഡ്സിലുള്ള മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജീസ് വെരി ലോ എക്സെട്ര. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ സോളിഡ്സിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ബേസിക്കലി വൺ ഇസ് വി കോൾ ഇറ്റ് ആസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയും, വേറൊന്നാണ് അമോർഫസ് സോളിഡ് എന്ന് പറയും. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഈ സോളിഡ്സിനെ ക്രിസ്റ്റലൈനും അമോർഫസും ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നത്? നമുക്കതിനെപ്പറ്റി നോക്കാം. ഞാൻ സോളിഡ്സിന് രണ്ട് എക്സാമ്പിൾസ് പറയാം. ഒന്ന് സോഡിയം ക്ലോറൈഡ്, വളരെ പരിചയമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ്. പ്ലാസ്റ്റിക് ഈസ് എഗെയിൻ എ സോളിഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ സോഡിയം ക്ലോറൈഡിൽ യു ക്യാൻ സീ ദാറ്റ് എൻ എന്ന് പറയുന്ന ആറ്റവും ഉണ്ട്, ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റവും ഉണ്ട്. അല്ല, ജനറലി എനിക്ക് പറയാം അവിടെ എ ടൈപ്പ് ആറ്റവും ഉണ്ട്, ബി ടൈപ്പ് ആറ്റവും ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കേസിലും എ ടൈപ്പ് ആറ്റവും ഉണ്ട്, ബി ടൈപ്പ് ആറ്റവും ഉണ്ട്. ഇനി നമ്മൾ ഈ സോഡിയം ക്ലോറൈഡിനെയും പ്ലാസ്റ്റിക്കിനെയും നെടുകെ ഛേദിച്ചിട്ട് അതിൽ എങ്ങനെയാണ് ഈ എ ടൈപ്പ് ആറ്റവും ബി ടൈപ്പ് ആറ്റവും അറേഞ്ച് ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ച് നോക്കാം. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഈ കേസിലാണെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ കേസിലാണെങ്കിൽ ദി അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ, ദാറ്റ് ഈസ് എ ബി എ ബി എ, ഈ ചുവന്നത് എ, ബ്ലാക്ക് കളറുള്ള ബി, ദെൻ ബി എ ബി എ ബി, എ ബി എ ബി എ. അതായത് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഒരു ഓർഡേർഡ് വേ എനിക്ക് കാണാൻ പറ്റും. അല്ല, എനിക്ക് പറയാം, അതായത് ഒരു എക്ക് ചുറ്റും ബി മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതേസമയം ബിക്ക് ചുറ്റും ആരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? എനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേസമയം ഈ പ്ലാസ്റ്റിക്സിൻ്റെ കേസിലാണെങ്കിലും അവിടെയും പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ കാണാൻ പറ്റും. എ എ, then B A B A, then B A B A B B, then B A. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത്തിലുള്ള ഒരു ഓർഡേർഡ് വേ ഓഫ് അറേഞ്ച്മെന്റ് ഒന്നും കാണാൻ പറ്റില്ല. തോന്നും പോലത്തെ അറേഞ്ച്മെന്റ് ഉണ്ടാകുക. ഇങ്ങനെ ഒരു സോളിഡ്സിൽ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് റെഗുലർ വേയിലാണെങ്കിൽ അത്തരം സോളിഡ്സിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നാണ് പറയുക. അതേസമയം പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇറഗുലർ വേയിൽ, അതായത് തോന്നിയതുപോലത്തെ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് അമോർഫസ് സോളിഡ്സ് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയും അമോർഫസ് സോളിഡിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് രണ്ടും വരച്ചു വെക്കുക. എന്നിട്ട് ഒന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതി വെക്കുക. ദാറ്റ് ഈസ് ഹിയർ ദി പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ റെഗുലർ വേ, here the particles are arranged in irregular fashion or way എന്ന് പറയാൻ പറ്റും. That is the first point, keep in mind. Okay, നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെയും അമോർഫസ് സോളിഡിൻ്റെയും പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് പാർട്ടിക്കിൾ, ഒന്നാമത്തെ ഡിഫറൻസ് ഇതാണ്. പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ റെഗുലർ വേ, പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ഇറഗുലർ വേ എന്നുള്ള കാര്യം പറഞ്ഞു. ഇത് രണ്ടാമത്തെ പോയിന്റ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഷോ അനൈസോട്രോപ്പി. അതേസമയം ഇവന്മാർ ഷോ ഐസോട്രോപ്പിയാണ്. ഇനി എന്താണ് ഈ അനൈസോട്രോപ്പിയും എന്താണ് ഐസോട്രോപ്പി എന്ന് മനസ്സിലാക്കാം. ഉദാഹരണം, നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. എ എന്ന് പറയുന്നത് എലഫൻസ് ആയിക്കോട്ടെ, എലഫൻസ്. ബി എന്ന് പറയുന്നത് ഹോസു ആണെന്ന് വിചാരിക്കുക. എ എലഫൻറ്റ്, ബി ഹോസു ആയിക്കോട്ടെ. എലഫൻസിനെയും ഹോസിനെയും നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ വെച്ചേക്കാം. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം. ഈ വരിയിലുള്ള ആനിമൽസിൻ്റെയും ഈ വരിയിലുള്ള ആനിമൽസിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ പവർ, ശക്തി നമ്മൾ മെഷർ ചെയ്യുക. ഇത് കാണാൻ പറ്റും. ഈ വരിയിലാണെങ്കിൽ എലഫൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, എ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വരിയിൽ ബി മാത്രമേ ഉണ്ടാവുള്ളൂ, ഹോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വരിയിലാണെങ്കിൽ എയും ബിയും രണ്ടും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ പവറും ഇവിടുത്തെ ടോട്ടൽ പവറും സെയിം ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും? തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എലഫൻറ്റിനാണ് പവർ കൂടുതലുള്ളത് എന്ന് വെച്ച്. അതുപോലെ തന്നെ മനസ്സിലാക്കാം, ഒരു സോളിഡിൻ്റെ പ്രോപ്പർട്ടി, ഐ മീൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്.
ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മെൽറ്റിംഗ് പോയിന്റ് എക്സെട്ര. ഇതുപോലത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിൻ്റെ പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ ഈ ഒരു ആക്സിൽ കൂടെ മെഷർ ചെയ്യുക, ഈ ആക്സിൽ കൂടെ മെഷർ ചെയ്യുക, ഈ ആക്സിൽ കൂടെ മെഷർ ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ആക്സിൽ എ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ആക്സിൽ എയും ബിയും രണ്ടും ഉണ്ടാവും, ഈ ആക്സിൽ ബി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഈ ആക്സിൽ മെഷർ ചെയ്ത് കിട്ടുന്ന വാല്യൂവും ഈൻ്റെ വാല്യൂവും ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഫിനോമിനയുടെ പേരാണ് ബി കോൾഡ് ആസ് അനൈസോട്രോപ്പി. ദാറ്റ് ഈസ് ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആർ ഡിഫറെൻറ്റ് അലോങ് ഡിഫറെൻറ്റ് ആക്സിസ്. ദാറ്റ് ഈസ് ബി കോൾഡ് ആസ് അനൈസോട്രോപ്പി. അതേസമയം നിങ്ങൾ അമോർഫസ് സോളിഡ് എടുത്തു നോക്കുക. അതിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഈ ആക്സിൽ കൂടി പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ആക്സിൽ എ ഉണ്ട് ബിയും ഉണ്ട്, എയും ബിയും രണ്ടും ഉണ്ട്. ഈ ആക്സിൽ കൂടി മെഷർ ചെയ്യുകയാണെങ്കിലും എയും ബിയും രണ്ടും ഉണ്ട്. ഈ ആക്സിൽ കൂടി മെഷർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും എയും ബിയും ഉണ്ട്. എന്ന് വെച്ചാൽ ഏതൊരു ആക്സിൽ കൂടി നിങ്ങൾ മെഷർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുത്തെ ആവറേജ് നമ്പർ ഓഫ് എയും ബിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആവറേജ് നമ്പർ ഓഫ് എയും ബിയും ഈക്വൽ ആണെങ്കിൽ ഓരോ ആക്സിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂം സെയിം ആയിരിക്കും. ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ഐസോട്രോപ്പി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദിസ് ഷോ അനൈസോട്രോപ്പി, ദിസ് ഷോ ഐസോട്രോപ്പി. Anisotropy is nothing but the physical properties are different along different axes. Here isotropy means the physical properties are same along any axis. ഏത് ആക്സിൽ കൂടി മെഷർ ചെയ്യുകയാണെങ്കിലും അവിടുത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, പക്ഷേ ഇവിടുത്തെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്. മൂന്നാമത്തെ ഡിഫറൻസ് പറയാം, അതായത് ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള തേർഡ് ഡിഫറൻസ്. വാട്ട് ഇസ് ദാറ്റ്? ലുക്ക് അറ്റ് ഹിയർ. അതിന് വേണ്ടി ഒരു കാര്യം ചെയ്യാം. ഈ ക്രിസ്റ്റലൈൻ സോളിഡിന് NaCl ഒരു എക്സാമ്പിൾ ആണെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ മറ്റൊരു എക്സാമ്പിളാണ് ഐസ്. ഐസ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, മനസ്സിലാക്കണം. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ദാറ്റ് ഇസ് ഡയമണ്ട്, ഒരു ക്രിസ്റ്റലൈൻ സോളിഡാണ്. പിന്നെ ഓൾ മെറ്റൽസും എന്തിൽപ്പെടുന്നത് തന്നെയാണ്? ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇസ് മെൽറ്റിംഗ് പോയിന്റ് എന്ന കാര്യം. മെൽറ്റിംഗ് പോയിന്റ്, ആദ്യം എന്താണ് ഈ മെൽറ്റിംഗ് പോയിന്റ് എന്ന കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇസ് വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റും 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിൽ കട്ടയാവുന്നുണ്ട്. അതേപോലെ ഐസ് കട്ട 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളമായിട്ട് മാറുന്നുണ്ട്. അപ്പം എൻ്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രിയിൽ അവിടെ ഐസാണോ ഉണ്ടാവുക, വെള്ളമാണോ ഉണ്ടാവുക? ഇനി അതല്ല ഐസും വെള്ളവുമാണോ ഉണ്ടാവുക? അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 0 വെള്ളം ഐസാകണം, 0 ഐസ് വെള്ളവും ആകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തു കാണാൻ പറ്റും ദാറ്റ് ഈസ് ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു പാത്രത്തിൽ നിങ്ങൾ H2O എന്ന് പറയുന്ന വസ്തു എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കുറേ ഐസ് കട്ടകളുണ്ടാവും, കുറേ വെള്ളവും ഉണ്ടാവും. യു ക്യാൻ സീ ദാറ്റ് 0 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഐസ് കട്ടകൾ വെള്ളമായിട്ട് മാറുന്നുണ്ടാവും, അതേസമയം ഈ വെള്ളം ഐസായിട്ട് മാറുന്നുണ്ടാവും. ഒരു 10 കട്ട വെള്ളമായിട്ട് മാറുന്നുണ്ടെങ്കിൽ 10 വെള്ളം കട്ടയായിട്ട് മാറും. അതിനൊരു പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ഇക്വിലിബ്രിയം എന്ന് പറയാം. സോളിഡും ലിക്വിഡും ഇക്വിലിബ്രിയത്തിലെത്തുന്ന അവസ്ഥക്കാണ് നമ്മൾ പറയാം വി കോൾ ഇറ്റ് ആസ് വാട്ട്? മെൽറ്റിംഗ് പോയിന്റ് എന്നാ പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, -1 ഡിഗ്രി സെൽഷ്യസിൽ H2O എന്ന് പറയുന്ന സാധനം പൂർണ്ണമായിട്ടും കട്ടയായിട്ടുണ്ടാവുക. 1 ഡിഗ്രി സെൽഷ്യസിലെ H2O എന്ന് പറയുന്ന വസ്തു ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. 0 അത് ലിക്വിഡും ഉണ്ടാവും, അതേപോലെ തന്നെ സോളിഡുള്ള അവസ്ഥയായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാൻ പറ്റും. മെൽറ്റിംഗ് പോയിന്റ് ഇസ് നത്തിങ് ബട്ട് സോളിഡും ലിക്വിഡും ഇക്വിലിബ്രിയമായിട്ട് മാറുന്ന അവസ്ഥ പറയാം വി കോൾഡ് ആസ് മെൽറ്റിംഗ് പോയിന്റ്. എന്ന് വെച്ചാൽ സാധാരണയായിട്ട് ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ -1 കട്ടയാണ്, 1 വെള്ളമാണ്, 0 കട്ടയും വെള്ളമുള്ള ആ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞൊരു ഷാർപ്പ് പോയിന്റിലാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. അതേസമയം പ്ലാസ്റ്റിക് വസ്തുക്കൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പ്ലാസ്റ്റിക് വസ്തുവിനെ ചൂടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ദാറ്റ് ഈസ് ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും ചൂടായി കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കുറച്ചും കൂടിയും അതൊരു റബ്ബറി ആയിട്ട് മാറും. പിന്നെയും ചൂടായി കഴിഞ്ഞാൽ
ദാറ്റ് ഈസ് ഒരു വിസ്കസ് ലിക്വിഡ് ആവും ആൻഡ് ഫൈനലി ഇറ്റ് ഗോസ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഒരാൾ ചോദിച്ചു വാട്ട് ഈസ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്ലാസ്റ്റിക് എന്ന് ചോദിച്ചാൽ 50 അല്ല, ചിലപ്പോൾ 50ൽ ഉരുകാൻ തുടങ്ങും. ഒരു 60 ആകുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും ഉരുകിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മെൽറ്റിംഗ് പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ 50 എന്നും പറയാൻ പറ്റൂല, 60 എന്നും പറയാൻ പറ്റൂല. യു ക്യാൻ സേ ഇൻ ബിറ്റ്വീൻ 50 ആൻഡ് 60 എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അമോർഫസ് സോളിഡ് ഒരു ഷാർപ്പ് വാല്യൂ അല്ല, ദാറ്റ് ഈസ് എ റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ഇത് റേഞ്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഒരു ഷാർപ്പ് പറയാൻ പറ്റൂല. അതേസമയം ഉപ്പാണെങ്കിലും സോഡിയം ക്ലോറൈഡ് ആണെങ്കിലും ഐസ് ആണെങ്കിലും ഡയമണ്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ചോദിച്ചാൽ നമുക്കൊരു ഷാർപ്പ് വാല്യൂ പറയാൻ പറ്റും. ദാറ്റ് ഇസ് ദി തേർഡ് ഡിഫറൻസ്. ദാറ്റ് ഇസ് ദേ ഷോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, ഹിയർ ദേ ഷോ എ റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ്, റൈറ്റ്? ഇനി നാലാമത്തെ ഡിഫറൻസ് എന്താ നോക്കാം. ദാറ്റ് ഈസ് ഫോർത്ത് ഡിഫറൻസ് ഈസ് ദാറ്റ് ഇവിടെ അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ലോങ് റേഞ്ച് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. ലോങ് റേഞ്ച് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഇവിടെയാണെങ്കിൽ ഒരു ഷോർട്ട് റേഞ്ച് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റേ ഉണ്ടാവുള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് കാര്യം. ഇവിടെയാണെങ്കിൽ വേ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് നോക്കുക, എ ബി എ പി എ. എത്ര ദൂരം പോയാലും ഓർഡേർഡ് വേ ഓഫ് അറേഞ്ച്മെന്റ് ആയിരിക്കും. ദാറ്റ് റേഞ്ച് ഈസ് വെരി മച്ച് ഹൈ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലോങ് റേഞ്ച് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ്. അതേസമയം അമോർഫസ് സോളിഡ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേക്ക് ഡിസോർഡേർഡ് വേ ഓഫ് അറേഞ്ച്മെന്റ് ആണ് ഉള്ളത് എങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓർഡേർഡ് വേ ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്ക്, എ ബി എ ബി എ ബി, ഇവിടെ ഒരു ഓർഡേർഡ് വേ ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ട്. ചില അതേസമയം ഇവിടെ ഒരു ഓർഡേർഡ് വേ ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ട്. അതായത് ചില ഭാഗങ്ങളിൽ ഒരു ഓർഡേർഡ് വേ ഓഫ് അറേഞ്ച്മെന്റ് കാണാൻ പറ്റും. ദാറ്റ് ഇസ് വൈ ഐ ടോൾഡ് യു ഇറ്റ് ഹാവ് എ ഷോർട്ട് റേഞ്ച് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ആണ്. ഇനി ലാസ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, ദാറ്റ് ഇസ് നിങ്ങൾ മനസ്സിൽ കാണാം, നിങ്ങളുടെ കയ്യിൽ ഒരു ഡയമണ്ട് പീസ് ഉണ്ട്. ആ ഡയമണ്ട് പീസ് മുറിക്കാൻ നല്ല മൂർച്ചയുള്ള ഡയമണ്ട് കട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡയമണ്ട് പീസിനെ നമ്മൾ ഈ ഡയമണ്ട് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സർഫസ് വളരെ സ്മൂത്ത് ആയിരിക്കും. സ്മൂത്ത് അല്ലെങ്കിൽ തീർച്ചയായും ഡയമണ്ട് തിളക്കം ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡിനെ വളരെ ഷാർപ്പ് എഡ്ജായിട്ടുള്ള നൈഫോ അല്ലെങ്കിൽ കട്ടറോ ഉപയോഗിച്ചുകൊണ്ട് മുറിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്മൂത്ത് സർഫേസ് ആ കിട്ടുക. ദാറ്റ് ഈസ് എനിക്ക് പറയാം ഇറ്റ് ഹാവ് എ സ്മൂത്ത് ക്ലീവേജ് ആണ്. അതേസമയം പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത, പ്ലാസ്റ്റിക് റബ്ബർ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മുറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവന്മാരെ മുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഡിസ്ട്രോഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സർഫേസ് ഒരിക്കലും സ്മൂത്ത് ആയിരിക്കില്ല. യു വിൽ ഗെറ്റ് എ റഫ് ക്ലീവേജ് ആണ് കിട്ടുക. റഫ് ക്ലീവേജ് ആണ് ഈ കേസിൽ അമോർഫസ് സോളിഡ്സിൻ്റെ കേസിൽ നമുക്ക് കിട്ടുക. ഇത്രയാണ് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും വ്യത്യാസം, അതിൻ്റെ പ്രോപ്പർട്ടീസിലുള്ള വ്യത്യാസങ്ങൾ. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെറ്റൽസ്, ഡയമണ്ട്സ്, ഐസ്, NaCl എക്സെട്രയാണ്. അമോർഫസ് സോളിഡ്സിന് കുറച്ചും കൂടി എക്സാമ്പിൾസ് പറയാം. ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് ഉണ്ട്, അതേപോലെ തന്നെ റബ്ബർ ഉണ്ട്, വുഡ് ഉണ്ട്. വുഡ് ഒരു അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിളാണ്. കൂടാതെ ദാറ്റ് ഈസ് ഗ്ലാസ് ഒക്കെ നമുക്കിതിൽ പറയാം. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഗ്ലാസിനെ പറ്റി പറയാറ് സോളിഡ് എന്നും ലിക്വിഡ് എന്നും പറയാറില്ല. അതിന് നമ്മൾ പറയാം സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നൊക്കെയാണ് പറയാം. ഇപ്പോൾ സാധാരണ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അമോർഫസ് സോളിഡ്സിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ എനിവേ ഇത്രയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ മറ്റൊരു പേരാണ് വി കോൾ ഇറ്റ് ആസ് ക്രിസ്റ്റൽ എന്നാ പറയാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മറ്റൊരു പേരാണ് ക്രിസ്റ്റൽസ് എന്നാ പറയാം. ഇതിനെ പറ്റിയാണ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് അല്ലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റൽസ്. നമുക്ക് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ വ്യത്യസ്ത തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദി ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് പാർട്ടിക്കിൾസ്. നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനല്ല പറയുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പേരിലേക്ക് വരാം. അപ്പോൾ എക്സാമ്പിൾസ് നിന്ന് പേരിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടിയും എളുപ്പത്തിൽ ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഒന്ന് സോഡിയം ക്ലോറൈഡ്, ഒരു എക്സാമ്പിൾ, ഒരു ക്രിസ്റ്റൽസിൻ്റെ എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ്. ഉപ്പ്. ഡയമണ്ട് മറ്റൊരു എക്സാമ്പിളാണ്. അയേൺ മെറ്റൽ വേറൊരു എക്സാമ്പിളാണ്. HCl വേറൊരു എക്സാമ്പിളാണ്. ദെൻ I2 വേറൊരു എക്സാമ്പിളാണ്. ഐസ് മറ്റൊരു എക്സാമ്പിളാണ്. ഇനി എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഇവന്മാരെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. എന്താണ് അവന്മാരുടെ വ്യത്യാസം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെ നമ്മൾ നോക്കുക. നിങ്ങളിപ്പം സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോഡിയം ക്ലോറൈഡിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ Na+ അയോണും Cl- അയോണുമാണ്. നിങ്ങൾക്കറിയാം Na+ന് പറയുക കാറ്റയോൺ എന്നാണ് പറയുക, Cl- പറയുക ആനയോൺ എന്നാണ് പറയുക. ജനറലി എനിക്ക് പറയാം അവിടുത്തെ പാർട്ടിക്കിൾസ് ആർ അയോൺസ് ആണ് സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. അതേസമയം ഡയമണ്ടിൻ്റെ കേസാണെങ്കിൽ നിങ്ങളിപ്പം ഡയമണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് ഡയമണ്ട്. അങ്ങനെയാകുമ്പോൾ ഡയമണ്ടിൻ്റെ കേസാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, ഡയമണ്ട് സ്ട്രക്ചറിനെ പറ്റി കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കാർബൺ ആറ്റങ്ങൾ ഘടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഡയമണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് പറയാം അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ അയോൺസ് അല്ല, പകരം ആരാണെന്ന് പറയാം, ആറ്റംസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അയേൺ മെറ്റൽസിൻ്റെ കേസിൽ അയേൺ മെറ്റലിൽ പകരം ഒരു കാര്യം ചെയ്യാം, എല്ലാ മെറ്റൽസും ഈ കാറ്റഗറി പെടുവേ. ഫോർ എക്സാമ്പിൾ സോഡിയം മെറ്റൽ ആയിക്കോട്ടെ, അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് ഞാൻ ലാസ്റ്റ് പറയാം, കാരണം അത് കുറച്ചും കൂടി നിങ്ങൾ കേൾക്കാത്തൊരു സാധനമായതുകൊണ്ട് അത് പിന്നീട് പറയാം. ഇനി ഞാൻ HClൻ്റെ കേസിലേക്ക് വരാം. നിങ്ങൾക്കറിയാം HCl എന്ന് പറയുന്നത് HClൻ്റെ പ്രത്യേകത, ഈ Hൻ്റെ മേലെ ഒരു പാർഷ്യൽ പ്ലസ് ചാർജ് ഉണ്ടാവും, ക്ലോറിൻ്റെ മേലെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാം ഈ HClൻ്റെ പ്രത്യേകത അതൊരു മോളിക്കൂളാണ്. നെഗറ്റീവ് പോളും പോസിറ്റീവ് പോളുമുള്ള മോളിക്യൂൾസാണ്. നെഗറ്റീവ് പോളും പോസിറ്റീവ് പോളുമുള്ള മോളിക്യൂൾസിനെ നമ്മൾ പറഞ്ഞ പേരാണ് ബിക്കോൾട്ടസ് പോളാർ മോളിക്യൂൾ എന്നാ പറയാം. Therefore, when you take HCl crystals, അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാവും, HCl ഗ്യാസ് അല്ലേ, അത് ക്രിസ്റ്റൽസ് ആകുമോ? നമ്മൾ നന്നായിട്ട് തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് HClനെ ക്രിസ്റ്റൽസ് ആക്കി മാറ്റാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ HCl ക്രിസ്റ്റൽസിൻ്റെ അകത്ത് കുറേ HCl മോളിക്യൂൾസ് ഉണ്ടാവും. ഈ HCl മോളിക്യൂളിൻ്റെ പ്രത്യേകത അതൊരു പോളാർ മോളിക്യൂളാണ്. Therefore, we can say that HClൻ്റെ കേസിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ പോളാർ മോളിക്യൂൾസ് ആണ്. അതേസമയം I2യുടെ കേസാണെങ്കിൽ നമുക്ക് ഈ I2 മോളിക്യൂളിനെ ഇങ്ങനെ വരക്കാം. ദിസ് ഇസ് I2 മോളിക്യൂൾസ്. അവിടെ ഐയും തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഈ ഭാഗത്ത് നെഗറ്റീവോ ഈ ഭാഗത്ത് പോസിറ്റീവോ വരക്കാൻ പറ്റുകയില്ല. ദർ ഈസ് സീറോ ചാർജ് ഹിയർ, ഇവിടെയും സീറോ ചാർജാണ്. അങ്ങനെയാകുമ്പോൾ ചാർജ് ഇല്ലാത്ത മോളിക്യൂള്, ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് നോൺ പോളാർ മോളിക്യൂൾസ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ അത്രയും, അപ്പം എനിക്ക് പറയാം അവിടുത്തെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് നോൺ പോളാർ മോളിക്യൂൾസ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. ഇനി ഐസിൻ്റെ കേസാണെങ്കിൽ ദിസ് ഇസ് വാട്ടർ മോളിക്യൂൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐസ് ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ മോളിക്യൂളുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങളൊരു ഐസ് ക്രിസ്റ്റൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലോട്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ദേ ആർ കണക്റ്റഡ് ഈച്ച് അതർ ബൈ ഹൈഡ്രജൻ ബോണ്ടിങ്. Therefore, we can say that here it is H bonded molecules ആണ്. H bonded molecules ആണ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. ഇനി നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇനി നമുക്ക് ഈ സോഡിയം അല്ലെങ്കിൽ അയേൺ മെറ്റലിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ എല്ലാ മെറ്റൽസിൻ്റെ കേസിലും ഇത് തന്നെയാണ്. തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് സോഡിയം മെറ്റൽസിൻ്റെ കാര്യം പറയാം.
നിങ്ങൾ ഒരു കഷ്ണം സോഡിയം ക്രിസ്റ്റൽ എടുക്കുക. ഒരു കഷ്ണം സോഡിയം ക്രിസ്റ്റൽ എടുക്കുക. You can find that there will be sodium atom definitely. That is, there is a sodium atom definitely. There is a sodium atom definitely. കുറേ സോഡിയം ആറ്റംസ് അവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആറ്റങ്ങൾ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് വേണം. അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ആറ്റങ്ങൾ അങ്ങ് പറന്നു പോകും. എങ്ങനെയാണ് ഈ സോഡിയം ആറ്റങ്ങൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നത്? അതിന് വ്യത്യസ്ത തിയറങ്ങളുണ്ട്. അതിൽ ഞാൻ ഒരു കാര്യം മാത്രമേ അതിൽ എക്സ്പ്ലെയിൻ, ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ സോഡിയം ആറ്റം ഉണ്ട്, സോഡിയം ആറ്റം ഉണ്ട്, സോഡിയം ആറ്റം ഉണ്ട്, സോഡിയം ആറ്റം ഉണ്ട്. NaClന്റെ കേസിൽ Na പ്ലസും Cl മൈനസും തമ്മിൽ അട്രാക്ഷൻ ഇസ് വെരി ഈസി ബിക്കോസ് വൺ ഹാവ് പോസിറ്റീവ് ചാർജ്, നെക്സ്റ്റ് വൺ ഹാവ് നെഗറ്റീവ് ചാർജ്. ഈ കേസിൽ സിയും സിയും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും ഞാനിപ്പോൾ വളരെ ഈസിയാണ്, കാരണം ഇറ്റ് ഈസ് ഫോംഡ് ബൈ എ കോവാലന്റ് ബോണ്ട്. പക്ഷേ സോഡിയം ആറ്റങ്ങൾ തമ്മിൽ കോവാലന്റ് ബോണ്ടോ അയോണിക് ബോണ്ടോ പറ്റുകയില്ല. അപ്പം എങ്ങനെയാണ് ഈ സോഡിയം ആറ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്? ആ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തിയറം ഉണ്ടാക്കി, ദാറ്റ് ഇസ് വി കോൾഡ് ആസ് ഇലക്ട്രോൺ സി മോഡൽ എന്നൊക്കെ ഞാൻ പറയാം. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ദാറ്റ് ഈ സോഡിയം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു പറയാൻ പറ്റൂല, തൽക്കാലത്തേക്ക് നഷ്ടപ്പെടുന്നു. എന്നിട്ട് Na+ ആയിട്ട് മാറും. ഈ സോഡിയം Na+ ആയിട്ട് മാറുന്നു, Na+ ആയിട്ട് മാറുന്നു, Na+ ആയിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ ഈ 4 Na ആറ്റങ്ങൾ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോൾ ദാറ്റ് ഇസ് ദർ വിൽ ബി 4 ഇലക്ട്രോൺ വിൽ ബി ദർ. ഇതിൻ്റെ ഇടയിൽ ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു പോസിറ്റീവ് ചാർജ്. ഈ ഇലക്ട്രോണിന് മൊത്തം അത് നമ്മൾ പറയും ഇലക്ട്രോൺ സി എന്നാ പറയുക. ഇലക്ട്രോൺ സി, ഇലക്ട്രോണിന്റെ കടൽ എന്നൊക്കെ പറയും. അപ്പം ഈ ഇലക്ട്രോണിന്റെ കടലിന് നെഗറ്റീവ് ചാർജാ, ഇയാൾക്ക് പോസിറ്റീവ് ചാർജാ. തീർച്ചയായിട്ടും ഈ പോസിറ്റീവ് ഇത് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും, ഇതും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും, ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും, ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. അതായത് ദാറ്റ് ഈസ് ഇവിടെ ഇപ്പോൾ ഇലക്ട്രോൺ സി ഉണ്ടെങ്കിൽ ഒരു അട്രാക്ഷൻ ഇവിടെയും, ഒരു അട്രാക്ഷൻ ഇവിടെയും, ഒരു അട്രാക്ഷൻ ഇവിടെയും, ഒരു അട്രാക്ഷൻ ഇവിടെയും ആണെങ്കിൽ ഇവർ തമ്മിൽ മൊത്തം ഒരു അട്രാക്ഷൻ വരും. അതിൻ്റെ ഫലമായിട്ടാണ് ആ മെറ്റൽസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഓരോ മെറ്റൽ ആറ്റവും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു. ഈ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഇലക്ട്രോൺ സി ആയിട്ട് മാറുന്നു. ഈ ഇലക്ട്രോൺ സിക്ക് നെഗറ്റീവ് ചാർജാണ്. ആ നെഗറ്റീവ് ചാർജ് ഈ പറഞ്ഞ പോസിറ്റീവ് അയോണുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ടാണ് ആ മെറ്റൽ അല്ലെങ്കിൽ മെറ്റൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ഒരു തിയറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, ഇവിടെയും Na+ ഉണ്ട്, ഇവിടെയും Na+ ഉണ്ട്. ഈ Na+ നമ്മൾ സാധാരണ പറയാം വി കോൾ ഇറ്റ് ആസ് കാറ്റയോൺ എന്നാണ് പറയുക. പക്ഷേ ഇത് നമ്മൾ കാറ്റയോൺ എന്നല്ല പറയുക. അതിന് പറഞ്ഞ പേര് എന്താ വ്യത്യാസം നോക്കുക. ഈ Na+ഉം ഈ Na+ തമ്മിൽ വ്യത്യാസം, ഈ Na+ ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തു കഴിഞ്ഞു, അതായത് Na ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞു, അതായത് ഒരു സംഭാവന ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ ചങ്ങായി സംഭാവന ചെയ്തിട്ടില്ല, ഇലക്ട്രോൺ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, 50 കോടി രൂപ ഒരാൾ ദാനം ചെയ്യുന്നു, അതേപോലെ 50 കോടി രൂപ ഒരാൾ എന്ത് ചെയ്യുന്നു, സംഭാവന മീൻസ് ബിസിനസ്സിലിടുന്നു. 50 കോടി സംഭാവന ചെയ്യുന്നവനും അല്ലെ ദാനം ചെയ്യുന്നവനും 50 കോടി രൂപ ബിസിനസ്സിലിടുന്നവനും ഒരുപോലെയല്ല. ഈ കേസിൽ ഇലക്ട്രോണിനെ സംഭാവന ചെയ്തു ക്ലോറിൻ, പക്ഷേ ഈ കേസിൽ ആർക്കും കൊടുത്തുകൊന്നില്ല. എല്ലാവരുടെയും ആവശ്യാർത്ഥം ഇലക്ട്രോൺ ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ Na+ഉം Na+ഉം ഒരുപോലെയല്ല. ഇതിൻ്റെ പേര് വി കോൾ ഇറ്റ് ആസ് കാറ്റോൺ യുണൈറ്റ്. പക്ഷേ ഇതിൻ്റെ പേര് വി കോൾ ഇറ്റ് ആസ് കേർണൽസ് എന്നാ പറയാം. കേർണൽസ് എന്നാ പറയാം. KERNELS കേർണൽസ് എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാം, ദാറ്റ് ഈസ് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഇതിനെ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് കേർണൽസ് ഇൻ ഇലക്ട്രോൺ സി. അതാണ് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. മെറ്റൽസിന്റെ കേസിൽ കേർണൽസ് ഇൻ ഇലക്ട്രോൺ സി ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ, റൈറ്റ്? അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ്. ദാറ്റ് ഈസ് ബീങ് കോൾഡ് ആസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. യു നോ, in NaCl there is cation and anion.
or ion is there. The attraction between ion is, we call it as ionic bonding. Ionic bonding. Here the force of attraction is ionic bonding. Or ionic bonding is also known as electrostatic force of attraction. Electrostatic, in physics, electrostatic is nothing but attraction between positive and negative electrostatic force of attraction. Right. Now, look at here. CC bond is there. Here CC bond is there. That CC bond, the attraction between similar atom, we call it as covalent bond. Therefore, here the force of attraction is nothing but that is covalent bond. Covalent bonds. Now, in the case of metals, we can see that the attraction is nothing but kernels with the sea of electrons. That attraction is, we call it as metallic bond. That is, metallic bond is the force of attraction in this case. Now it goes to HCl. HCl, that is polar molecule. It have a positive pole and negative pole. One HCl molecule is there and another HCl molecule is there. It have also plus and minus. Polar molecule is also known as dipoles. This dipole is attracted with this dipole. Therefore, we can say that here the force of attraction is dipole force of attraction. Dipole force of attraction. Now, look at this I2 molecules. There is no dipoles. You have studied that if there is no dipole, definitely there will be an attraction will be there. That will be a very weak attraction between I2 molecule, not I and I, but I2 molecule. Between I2 molecule, I2 molecule is a non-polar molecule, or it is a non-dipole. Such type of attraction you have studied that is known as London force or dispersion force. London force. Here, in H bonded molecule, the force of attraction is nothing but, as the name say, that is H bonding. ആ കേസിൽ H ബോണ്ടിങ്ങും ആയിരിക്കും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവന്മാരുടെ ഒക്കെ പേരെന്താ നോക്കാം. Here, NaClന്റെ കേസിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അയോണിക് ബോണ്ടിങ്. അതുകൊണ്ട് ഇതിന്റെ പേരാണ് we call it as ionic crystals എന്നാ പറയാ. Ionic crystals എന്ന് പറയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അയോണിക് ബോണ്ട്, അയോൺസ് ആണ് പാർട്ടിക്കിൾസ്. ഈ കേസിൽ constant particles atoms, force of attraction covalent bonds. Therefore, it is known as ഒന്നുകിൽ എനിക്കൊരു കാര്യം ചെയ്യാം atomic crystals, because atoms ആയതുകൊണ്ട് ബോണ്ട് കോവാലന്റ് ആയതുകൊണ്ട് we call it as covalent crystals. ഇനി ഈ കേസിൽ എല്ലാം തന്നെ മെറ്റൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. Therefore, generally we can say that these are examples of metallic crystals. Now look at this example. HCl is a molecule, I2 is a molecule, IC is a molecule. എല്ലാ മോളിക്യൂളാ. അതുകൊണ്ട് ഇവന്മാരെ മൊത്തത്തിൽ പറയുന്ന പേരാണ് we call it as molecular crystals. We call it as molecular crystals. പക്ഷെ ആ molecular crystals തന്നെ മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് HClന്റെ കേസ് ആണെങ്കിൽ polar molecule. Therefore, we can say that it is an example of polar molecular crystals. ഈ കേസിൽ non-polar molecule. Therefore, we call it as non-polar molecular crystals. And in the case of ice, H-bonded molecules are there. Therefore, we call it as H-bonded molecular crystals. That are the names. That is ionic, atomic, metallic, molecular. Three types. One is polar, non-polar, and H-bonded molecular crystals. Okay. ഇനി നമുക്ക് ഇതിൻ്റെ ഹാർഡ്നെസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ തന്ന സാധനങ്ങൾ ഹാർഡ് ആയിരിക്കോ സോഫ്റ്റ് ആയിരിക്കോ എന്നുള്ള കാര്യം ഇറ്റ്സ് വെരി സിമ്പിൾ. സോഡിയം ക്ലോറൈഡ് അയോണിക് ക്രിസ്റ്റൽസിന് എക്സാമ്പിൾ ആയിരുന്നു സോഡിയം ക്ലോറൈഡ്. ഉപ്പ് ഹാർഡ് ആയിരിക്കോ സോഫ്റ്റ് ആയിരിക്കോ? തീർച്ചയായിട്ടും ഉപ്പ് വളരെ ഹാർഡാണ്. അങ്ങനെ പഞ്ഞി പോലത്തെ സാധനമൊന്നുമല്ല. അപ്പം എനിക്ക് പറയാം ഇറ്റ് ഈസ് സാധാരണ കേസിൽ ഇവന്മാരൊക്കെ ഹാർഡ് ആയിരിക്കും, പക്ഷെ വേഗം പൊട്ടിപ്പോവും. ദാറ്റ് ഇസ് ഹാർഡ് ആൻഡ് ബ്രിട്ടിലാണ്, എളുപ്പത്തിൽ പൊട്ടിപ്പോവും. ഇനി ഈ പറഞ്ഞിരിക്കുന്ന അറ്റോമിക് ക്രിസ്റ്റൽസിന് എക്സാമ്പിൾ പറഞ്ഞത് ഡയമണ്ട് ഒക്കെയാണ്. ഡയമണ്ട് ഒക്കെ വെരി ഹാർഡ് സബ്സ്റ്റൻസാണ്. അപ്പം ജനറലി ഇവന്മാരൊക്കെ എന്തായിരിക്കും? വെരി ഹാർഡായിരിക്കും. പക്ഷേ അതിൽ വെരി ഹാർഡായിരിക്കും. ഇനി മെറ്റാലിക് ക്രിസ്റ്റൽസിൻ്റെ കേസിൽ മിക്കവാറും എല്ലാ മെറ്റൽസും വെരി ഹാർഡാണ്.
പക്ഷേ വളരെ കുറച്ച് മെർക്കുറി പോലത്തെ മെറ്റൽസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, അവിടുത്തെ മെറ്റാലിക് ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് അത്ര ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എനിവേ ദാറ്റ് ഈസ് മിക്കവാറും കേസിൽ മെറ്റൽസ് എല്ലാം ഹാർഡ് ആയിരിക്കും. അപ്പം സംടൈംസ് എന്തായിരിക്കാം, സോഫ്റ്റ് ആയിരിക്കാം, സംടൈംസ് സോഫ്റ്റ് ആയിരിക്കാം. ഇനി പോളാറിൻ്റെ കേസിൽ പോളാർ മോളിക്കൂൾ, നേരത്തെ പറഞ്ഞ HCl മോളിക്കൂൾ, നിങ്ങളങ്ങ് വിശ്വസിക്കുക, പോളാർ നിങ്ങൾ HCl മോളിക്കൂൾസിൻ്റെ ക്രിസ്റ്റൽസും കണ്ടിട്ടില്ല, എനിവേ വിശ്വസിക്കുക, ദാറ്റ് ഈസ് അതൊരു സോഫ്റ്റ് വസ്തുവായിരിക്കും. നോൺ പോളാർ മോളിക്കൂൾ ആണെങ്കിൽ I2 പോലത്തെ മോളിക്കൂൾ ആണെങ്കിലും എഗെയിൻ സോഫ്റ്റ് തന്നെയായിരിക്കും. ദെൻ H ബോണ്ടഡ് ഐസ് പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഐസ് വളരെ ഹാർഡാണ്, നിങ്ങൾക്കറിയാം. പക്ഷേ എല്ലാ H ബോണ്ടഡും ഹാർഡ് അല്ല. ദോഫ് വി ക്യാൻ സേ ദാറ്റ് ഹാർഡ് ഓർ സോഫ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത പോയിന്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ചോദിക്കട്ടെ, NaCl കേസിൽ കൂടി കറണ്ട് കടന്നു പോയില്ലോ നമുക്ക് പറയാൻ പറ്റും. NaCl അക്വസ് സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും കറണ്ട് കടന്നു പോകും, പക്ഷെ സോളിഡ് സ്റ്റേറ്റിൽ കറണ്ട് കടന്നു പോകില്ല. ഇപ്പൊ എനിക്ക് പറയാം കണ്ടക്ടേഴ്സ് ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്. അതേസമയം കൊവാലന്റ് ക്രിസ്റ്റൽസ് ഡയമണ്ട് കൂടി കറണ്ട് കടന്നു പോകില്ല, പക്ഷേ ഗ്രാഫൈറ്റ് കൂടി കറണ്ട് കടന്നു പോകും. അപ്പൊ എനിക്ക് പറയാം ജനറൽ ഇവന്മാരൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ് എക്സെപ്റ്റ് ഗ്രാഫൈറ്റ്. നൗ മെറ്റാലിക്കിന്റെ കേസിൽ എല്ലാവരും നല്ല കണ്ടക്ടേഴ്സ് ആണ്. ഇറ്റ് ആർ കണ്ടക്ടേഴ്സ്. നൗ HCl കൂടി കറണ്ട് കടന്നു പോകൂല, therefore they are insulators ആണ്. ഇതും ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. നിങ്ങളോട് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുക, there is a crystal which is very hard and insulator and high melting point, what is the type of the crystals എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ആകുമ്പോൾ ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, റൈറ്റ്. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകാം. ആയിട്ട് എക്സാമ്പിൾസ് ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ എക്സാമ്പിൾ. അയോണിക്കിൻ്റെ എക്സാമ്പിൾ Na+Cl, Na+Cl- അയോണ്ട്, ലിത്തിയം ഫ്ലോറൈഡ് La+F- Zn2+, S2-. അയോണിക് ക്രിസ്റ്റൽസിൻ്റെ എക്സാമ്പിൾ. അറ്റോമിക് ക്രിസ്റ്റൽസിൻ്റെ എക്സാമ്പിൾ ശ്രദ്ധിച്ചേക്കണം. ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, SiO2 അതിനെ പറയാം സിലിക്ക എന്നാ പറയുക, അല്ലെ ക്വാർട്സ് എന്ന് പറയും, അലൂമിനിയം നൈട്രൈഡ്. ഇവിടെയൊക്കെ ആറ്റംസ് ആണ് കാണപ്പെടുന്നത്, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് അറ്റോമിക് ഓർ കോവാലന്റ് ക്രിസ്റ്റൽസ് എന്ന് പറയാൻ കാരണം. മെറ്റാലിക് ക്രിസ്റ്റൽസിന് എക്സാമ്പിൾ ഇറ്റ്സ് വെരി സിമ്പിൾ, ഓൾ മെറ്റൽസും മെറ്റാലിക് ക്രിസ്റ്റൽസ് ആയിരിക്കും. ഇനി പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾ ദാറ്റ് ഈസ് HCl-ഉം SO2. SO2 ഒക്കെ ഒരു പോളാർ മോളിക്യൂളാണ്. യു നോ SO2 മോളിക്യൂളിന്റെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, അവിടെ പൊളാരിറ്റി ഈസ് ദർ. Now non-polar molecule example, that is molecular crystals in example, I2 crystals ഉണ്ട്, CO2 അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന സാധനം. കാർബൺ ഡൈ ഓക്സൈഡ് സോളിഡ് സ്റ്റേറ്റ് പോകുമ്പോൾ അതിൻ്റെ പേരാണ് വി കോൾഡ് ആസ് ഡ്രൈ ഐസ്. നിങ്ങൾക്കറിയാം ഇവിടെയും ഒരു ഡൈപോൾ ഉണ്ട്, ഇവിടെയും ഒരു ഡൈപോൾ ഉണ്ട്. ഈ രണ്ട് ഡൈപോൾ തമ്മിൽ ക്യാൻസൽ ആകുമ്പോൾ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് 0 അതിനാ പറയാം നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയാം. അപ്പോൾ ഡ്രൈ ഐസിന് എക്സാമ്പിൾ ആണ് CH4, നല്ല തണുപ്പിച്ച കട്ടയായ മീഥെയിൻ, അതിന് ഒരു എക്സാമ്പിൾ ആണ് നോൺ പോളാർ മോളിക്യൂൾസ്. ഇനി H ബോണ്ടിൻ്റെ എക്സാമ്പിൾ ഒന്ന് H2O തന്നെ. H2 ഈസ് നത്തിങ് ബട്ട് ഐസ് ആണ്, ഐസും ഉണ്ട്, അതേപോലെ തന്നെ അമോണിയും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ക്രിസ്റ്റൽസ് ഓൺ എ ക്ലോസ് പാക്കിംഗ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ക്രിസ്റ്റൽസുകളെ ഡിഫറെൻറ്റ് ടൈപ്സായി തരംതിരിക്കാം. അയോണിക്, മെറ്റാലിക്, കോവാലൻറ്റ്, മോളിക്കുലർ എക്സെട്ര. എന്ത് തന്നെയാണെങ്കിലും, മെറ്റാലിക് ആണെങ്കിലും അയോണിക് ആണെങ്കിലും കോവാലൻ്റ് ആണെങ്കിലും അവിടെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അവിടുത്തെ പാർട്ടിക്കിൾസിന് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഈ സ്ഫിയേഴ്സ് മീൻസ് ബോൾ പോലത്തെ ആകൃതിയുള്ള വസ്തുക്കൾ. ഈ ബോൾ പോലത്തെ ആകൃതിയുള്ള വസ്തുക്കൾ നമുക്ക് എങ്ങനെയൊക്കെ ഒരു ക്രിസ്റ്റൽസിൽ പാക്ക് ചെയ്യാം, അതാണ് ഈ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബേസിക്കലി 3 ടൈപ്സ് ഓഫ് ക്ലോസ് പാക്കിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. One is one-dimensional close packing. Next one is two-dimensional close packing. ഇനി അടുത്തത് 3-dimensional close packing ആണ്. അത് ഞാനിവിടെ വരച്ചിട്ടില്ല, പിന്നീട് വരക്കാം. അപ്പോൾ എന്താണ് 1-dimensional, എന്താണ് 2-dimensional, എന്താണ് 3-dimensional മനസ്സിലാക്കാം. ആദ്യം 1-dimensional close packing പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്ക് ക്രിസ്റ്റൽസ് എല്ലാം പാർട്ടിക്കിൾസ് എല്ലാം സ്ഫെറിക്കൽ ഷേപ്പാണ്. ഈ സ്ഫിയേഴ്സുകളെ അറേഞ്ച്മെന്റ് നടത്തുക. 1-dimensional is nothing but ആ സ്ഫിയേഴ്സുകളെ ഒരു ലൈനായിട്ട് അറേഞ്ച്മെന്റ് നടത്തുക. ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു ആക്സസിൽ കൂടി മാത്രം
പാർട്ടിക്കിൾസിനെ അറേഞ്ച്മെന്റ് നടത്തുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. പക്ഷേ ഞാൻ ഈ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് പ്രസക്തമായ കാര്യമല്ല. എന്തെന്ന് വെച്ചാൽ ബിക്കോസ് വസ്തുക്കളൊക്കെ 3 ഡയമെൻഷനലാണ്. അങ്ങനെ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഉള്ള വസ്തുക്കളൊന്നും ഇല്ല. എന്നിരുന്നാലും 3 ഡയമെൻഷണൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് 1 ഡയമെൻഷനെ പറ്റിയും 2 ഡയമെൻഷനെ പറ്റിയും ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ദിസ് ഇസ് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇനി 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ് 2 തരത്തിലുണ്ട്. അതായത് മനസ്സിലാക്കാം, ഇവിടെ ഞാൻ പാർട്ടിക്കിൾസിന് അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതൊരു റോ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. റോ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പാർട്ടിക്കിൾസിന്റെ നേരെ താഴെയാണ് ഈ പാർട്ടിക്കിൾസ് ഉള്ളത്, അതിന്റെ നേരെ താഴെയാണ് ഈ പാർട്ടിക്കിൾസ് ഉള്ളത്. അല്ലെ, എനിക്ക് പറയാം ഹിയർ ദി പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച്മെന്റ് നടത്തുക. അതുപോലത്തെ ഒരു 2D പാക്കിംഗ് ഉണ്ട്, 2 ഡയമെൻഷണൽ പാക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതും ഒരു 2 ഡയമെൻഷണൽ പാക്കിംഗ് തന്നെയാണ്. കാരണം ഇതും ഒരു പ്ലെയിനിൽ വെച്ചിരിക്കുന്ന പാർട്ടിക്കിൾസ് ആണ്. ഒരു പ്രതലത്തിൽ നിങ്ങൾക്ക് ഈ പാർട്ടിക്കിൾസിനൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ വ്യത്യാസം എന്താണെന്ന് പറയുക, നിങ്ങൾ ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പാർട്ടിക്കിൾസിന്റെ നേരെ താഴെയാണ് ഈ പാർട്ടിക്കിൾസ് ഉള്ളത്. പക്ഷെ ഇവിടെ ഈ പാർട്ടിക്കിൾസിന്റെ നേരെ താഴെയല്ല ഈ പാർട്ടിക്കിൾസ് ഉള്ളത്. പകരം ഈ പാർട്ടിക്കിളും ഉണ്ടാക്കുന്ന ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലാണ് ഇതിനെ വെച്ചിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾസും അതേപോലെ തന്നെ ഇതും ഉണ്ടാക്കിയിരുന്ന ഗ്യാപ്പിലാണ് ഇയാളുള്ളത്. ഇങ്ങനത്തെ ഒരു വേ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ ഇതും 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്, ഇതും 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. പക്ഷെ രണ്ടും ഒരുപോലെയല്ല. ഹിയർ യു ക്യാൻ സേ ദാറ്റ്, ഇപ്പം പരീക്ഷയ്ക്ക് ഇത് പറയേണ്ട കാര്യം ഇതാണ്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് 2 types. In 1 type, particles are arranged in rows and columns. Here the particles are arranged just like that. The second layer of particle, അല്ലെങ്കിൽ second line of particle is arranged at the depression or the gap made by the first line of particles. ഒരു ലൈൻ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്യാപ്പിലാണ് സെക്കൻഡ് ലൈൻ ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വ്യത്യാസമുണ്ട്. നിങ്ങൾ ചുമ്മാ ഇത് വരച്ചു വെച്ചാൽ മാത്രം മതി. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും വരച്ചു നോക്കുക, എന്നിട്ട് പറയാം ഒരു വ്യത്യാസമുണ്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് വൺ ആൻഡ് ദിസ് വൺ? അതായത് ഇവിടെ നിങ്ങൾ ഒരു പാർട്ടിക്കിൾസിനെ എടുക്കുക, ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾസിനെ എടുക്കുക. ഈ പാർട്ടിക്കിൾസിനെ ടച്ച് ചെയ്തുകൊണ്ടുള്ള മറ്റു പാർട്ടിക്കിൾസ് ആരൊക്കെ നോക്കാം. ഒന്നിതാണ്, നെക്സ്റ്റ് വൺ ഇസ് ദിസ് വൺ, നെക്സ്റ്റ് വൺ ഇസ് ദിസ് വൺ. ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാം, നമ്മൾ ഈ ഒരു പോയിന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയ ഒരു ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പല്ലേ കിട്ടിയിരിക്കുന്നത്, സ്ക്വയർ ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. Therefore it is known as square ക്ലോസ് പാക്കിംഗ് എന്നാണ് പറയുക. വി കോൾ ഇറ്റ് ആസ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ് പറയുക. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാ പറയാം. അതേസമയം ഇവിടെ നിങ്ങൾ അതേപോലെ തന്നെ പാർട്ടിക്കിൾസിനെ എടുക്കാം. ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾസിനെ എടുക്കാം. ഈ പാർട്ടിക്കിൾസിനെ എടുക്കുന്നതായിരിക്കാം. ഇതിനെ ടച്ച് ചെയ്തുകൊണ്ട് 1 2 3 4 5 6 ബോൾസ് ഉണ്ട് ചുറ്റിലും. അതിന്റെ സെന്റേഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ദിസ് വേ ഒന്ന് കണക്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഈ കിട്ടിയിരിക്കുന്ന ഷേപ്പ് ഒരു ഹെക്സഗണലിലൂടെ കിട്ടിയിരിക്കുന്നത്. Therefore ഇതിന്റെ പേരാണ് 2 ഡയമെൻഷണൽ, ദാറ്റ് ഈസ് 2 ഡയമെൻഷണൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ് പറയാം. ഇനി അടുത്ത പോയിന്റ്. ഇനി ഇവിടെ അതിന്റെ ഒരു ടേം പഠിക്കാനുള്ളത് കോഓർഡിനേഷൻ നമ്പർ ആണ്. ദാറ്റ് ഈസ് കോഓർഡിനേഷൻ നമ്പർ, ORDINATION, കോഓർഡിനേഷൻ നമ്പർ. എന്താണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്ലോസ് പാക്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കോഓർഡിനേഷൻ നമ്പർ. വാട്ട് ഇസ് കോഓർഡിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ, ഒരു ക്ലോസ് പാക്കിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പാർട്ടിക്കിൾ എടുക്കുക. ആ പാർട്ടിക്കിളിന്റെ നിയറസ്റ്റ് നെയ്ബേഴ്സിന്റെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ. അങ്ങനെയാകുമ്പോൾ ഈ കേസിലുള്ള കോർഡിനേഷൻ നമ്പർ കാണാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാം, ദാറ്റ് ഈസ് ഈ ഒരു പാർട്ടിക്കിൾ എടുക്കുക. ഈ പാർട്ടിക്കിളിന്റെ നിയറസ്റ്റ് നെയ്ബർ അല്ലേ ഇവനും. അങ്ങനെയാകുമ്പം ഈ കേസിലെ കോഓർഡിനേഷൻ നമ്പർ ഈക്വൽ ടു 2 ആയിരിക്കും. അതേസമയം ഇതങ്ങിരിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുക്കുക. ഈ ഒരു പാർട്ടിക്കിൾ ആയിക്കോട്ടെ. ആ പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് ഈ പാർട്ടിക്കിൾ ഉണ്ട്, ഇതുമുണ്ട്.
അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവനും നെയ്ബർ തന്നെയല്ലേ? പക്ഷെ അവൻ നിയറസ്റ്റ് നെയ്ബർ അല്ല. നിങ്ങൾ നിയറസ്റ്റ് നെയ്ബേഴ്സിനെ മാത്രം എടുത്താൽ മതി. അപ്പം നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന 1 2 3 4 Therefore, ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 ആണ്, 4 ആണ്. ഇനി ഈ കേസിലാണ് ഇരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾസ് എടുക്കുക. ഈ ഒരു പാർട്ടിക്കിൾ ആയിക്കോട്ടെ. അതിന് ചുറ്റിലും 1 2 3 4 5 6 പാർട്ടിക്കിൾസ് ഉണ്ട്. Therefore, കോർഡിനേഷൻ നമ്പർ ഹിയർ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 6 ആയിരിക്കും. 2 ആണ് ഇവിടെ, 4 ആണ് ഇവിടെ, 6 ആണ് ഇവിടെ. ഇനി നമ്മൾ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കാര്യം കൂടെ പറയാം. ഇത് 2D സ്ക്വയർ ക്ലോസ് പാക്കിങ്ങാ, ഇത് 2D ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങാ. ഇതാണ് ഇതിനേക്കാൾ കുറച്ചും കൂടിയും എഫിഷ്യന്റ്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ബാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്കന്റ് സ്പേസുകൾ കാണാൻ പറ്റും. വാക്കന്റ് സ്പേസുകൾ കൂടുതൽ വരുന്ന പാക്കിംഗ് എല്ലാം വളരെ നോൺ എഫക്റ്റീവ് അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ബിഗ് ഗ്യാപ്പ് ഈസ് ദർ. ഐ വിൽ ഡിസ്കസ് ലേറ്റർ. ഈ ഗ്യാപ്പിന് നമ്മളൊരു പേര് പറയും. വി കോൾ ഇറ്റ് ആസ് വോയിഡ്സ് എന്നാ പറയാം. വോയിഡ്സ്, VOIDS, വോയിഡ്സ് എന്നാണ് പറയാം. ഇവിടെ ആകുമ്പോൾ ഒരുപാട് വോയിഡ്സ് കാണാൻ പറ്റും. അതായത് വലിയ സൈസുള്ള വോയിഡ്സ് കാണാൻ പറ്റും, ഗ്യാപ്പ് കാണാൻ പറ്റും. പക്ഷെ ഈ കേസിലാണെങ്കിൽ നോക്ക്, ഇതൊക്കെയാണ് ഗ്യാപ്പുകൾ, ഇതൊക്കെയാണ് ഈ ഗ്യാപ്പുകൾ. അതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പുകളൊക്കെ വളരെ ചെറിയ ഗ്യാപ്പാണ് കമ്പയർഡ് ടു ദിസ് വൺ. അപ്പം എനിക്ക് പറയാം ദിസ് ഇസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ദിസ് പാക്കിംഗ്. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്ലോസ് പാക്കിംഗ് ആണ്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് 2 തരത്തിലുണ്ട്. ആ 2 കാര്യം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വെച്ചാൽ, നിങ്ങൾ പലപ്പോഴായിട്ട് കാണാറുണ്ടാവും ഈ ഷോപ്പിലൊക്കെ, എസ്പെഷ്യലി ഫ്രൂട്ട് ഷോപ്പിലൊക്കെ ഓറഞ്ചുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഓറഞ്ച് വെക്കുക? ആദ്യം ഒരു ലെയറിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറേ ഓറഞ്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വ്യത്യസ്ത ലെയറുകളായിട്ട് ഓറഞ്ച് വെക്കുക. മനസ്സിൽ കാണുന്നില്ലേ? അതൊരു 3D പാക്കിങ്ങാ. 2D പാക്കിങ്ങിൽ ഒരു ലെയറിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. 3D പാക്കിങ്ങിൽ ആ ലെയറിൻ്റെ മേലെ വേറൊരു ലെയർ, അതിൻ്റെ മേലെ വേറൊരു ലെയർ, അതിൻ്റെ മേലെ വേറൊരു ലെയർ, ആ രീതിയിൽ വെക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബോർഡ് 2 ഡയമെൻഷനിലാണ്. അങ്ങനെയാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ 2 ഡയമെൻഷനിലാണ്. അപ്പോൾ ഈ 3 ഡയമെൻഷണൽ പാക്കിങ് പേപ്പറിൽ വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കി വരക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ 3 ഡയമെൻഷണൽ പാക്കിങ് വരക്കുന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ ഞാനൊരു പാക്കിംഗ് വരച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നേരത്തെ കണ്ട സംഭവം തന്നെയാണ്. ഇതൊരു 2D ക്ലോസ് പാക്കിംഗാ. 2Dയിലുള്ള ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്ക് 2Dയിലെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അവിടെയാണ് കൂടുതൽ എഫിഷ്യന്റ് പാക്കിംഗ് നടക്കുന്നത്. ഇനി നമുക്ക് 3D ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതൊരു ഫസ്റ്റ് ലെയർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി അടുത്ത ലെയർ ഓഫ് പാർട്ടിക്കിൾസ് ഇതിന്റെ മേലെ ഇങ്ങനെ വെച്ച് പോകണം. ദാറ്റ് ഇസ് ഇവിടെ വെക്കുക ഇങ്ങനെ വെച്ച് പോകണം. അത് സ്വാഭാവികമായിട്ട് നമ്മൾ വരക്കാനുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. വാട്ട് ഈസ് ഡൂയിങ് ഈസ് ദാറ്റ് ഞാൻ ഇതിന്റെ ഈ ഗ്യാപ്പിലല്ലോ നമ്മൾ അടുത്ത ലെയർ വെക്കേണ്ടത്. അപ്പൊ ആ ഗ്യാപ്പിൽ നിങ്ങൾ ഇതിനെ വെച്ചിട്ട് വാട്ട് ഈസ് ഡൂയിങ് ഈസ് ദാറ്റ് ഐ ആം ഡ്രോയിങ് ദാറ്റ് ഈസ് ദ പാർട്ടിക്കിൾസിനെ വരക്കുക. ഒരു ലെയർ വെച്ചു. ഇനി അടുത്തത് ഈ ഗ്യാപ്പിലാണ് വെക്കേണ്ടത്. ഈ ഗ്യാപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് ഐ ആം പുട്ടിങ് ദി പാർട്ടിക്കിൾസ് ലൈക്ക് ദിസ് വേ. ദാറ്റ് ഈസ് ലുക്ക് അറ്റ് ഹിയർ ദ പാർട്ടിക്കിൾസ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. നിങ്ങളോട് പറയാം, നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്ബുക്കിൽ ഇത് വരക്കുമ്പോൾ നിങ്ങളൊരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപയുടെയോ അല്ലെങ്കിൽ 5 രൂപയുടെയോ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് വരക്കുക. എങ്കിൽ മാത്രമേ പല കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റൈറ്റ്. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വരച്ചേക്കാം. ഞാൻ കൂടുതൽ വീഡിയോ ലെങ്തി ആക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇവിടെ വരച്ചേക്കാം. റൈറ്റ്. ഞാൻ വരച്ചു കഴിഞ്ഞു. അതായത് എനിക്ക് പറയാം ഈ ബ്ലൂ കളറിലുള്ള ഈ ബോൾസിനെ എനിക്ക് പറയാം ഫസ്റ്റ് ലെയർ ഓഫ് പാർട്ടിക്കിൾസ് എന്നാ പറയാം. റെഡ് കളറുള്ള ഈ ലെയേഴ്സിനെ ഇതൊക്കെ അത് എ കളർ അല്ലെങ്കിൽ ബ്ലൂ കളേർഡ് പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന ഗ്യാപ്പിൽ വെച്ചിരിക്കുന്ന മേലത്തെ ലെയറിനെ ബി ടൈപ്പ് ഓഫ് ലെയർ എന്ന് പറയാം. ഇതും രണ്ടാമത്തെ ടൈപ്പ് ഓഫ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ആ കേസിലും എയും ബിയും സെയിം തന്നെയാണ്, മാറ്റമൊന്നും ചെയ്യേണ്ട, ഒരുപോലെ തന്നെ. ഇത് വരച്ച പോലെ തന്നെയാണ് ഇവിടെയും വരക്കേണ്ടത്. ഇനി
മൂന്നാമത്തെ ലെയർ ഓഫ് പാർട്ടിക്കിൾസ് നിങ്ങൾ വെക്കുമ്പോഴാണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുക. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ലെയർ ഓഫ് പാർട്ടിക്കിൾസ് നിങ്ങൾ വെക്കേണ്ടത് നോക്ക്, ഈ റെഡ് ലൈറ്റ് അല്ലെങ്കിൽ റെഡ് കളേർഡ് ആയിട്ടുള്ള ബോൾ ഉണ്ടാക്കിയ ഗ്യാപ്പിലല്ലേ വെക്കണ്ടേ? ഓക്കെ, അതാണ് മൂന്നാമത്തെ ലെയർ വെക്കണ്ടേ. റെഡ് ഉണ്ടാക്കുന്ന ഗ്യാപ്പാണ് ഇത്. ഇതൊരു ഗ്യാപ്പാ, ഇതും റെഡ് ഉണ്ടാക്കുന്ന ഗ്യാപ്പാ. ഒന്നുകിൽ എനിക്ക് ഇവിടെ വെക്കാം അല്ലെങ്കിൽ ഇവിടെ വെക്കാം. ഈ കേസിൽ നോക്കുക, റെഡ് ഉണ്ടാക്കുന്ന ഗ്യാപ്പാണ് ഇത്, ഇതും റെഡ് ഉണ്ടാക്കുന്ന ഗ്യാപ്പാ. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുള്ളൂ. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് 3D പാക്കിങ്ങിൽ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ മൂന്നാമത്തെ ലെയേഴ്സ് ഓഫ് പാർട്ടിക്കിൾസിനെ ഞാൻ ഇവിടെ വെച്ച് തുടങ്ങുക. ദാറ്റ് ഈസ് ഐ ആം പുട്ടിങ് ദി പാർട്ടിക്കിൾസ്. ഞാൻ ഇവിടെ വരക്കാൻ പോവാണ്. എങ്ങനെ? ദാറ്റ് ഈസ് ഞാൻ ഈ ലെയർ ഓഫ് പാർട്ടിക്കിൾസിന് ഇവിടെ ഇങ്ങനെ വരച്ചു. ഒരു ബ്ലാക്ക് കളറിൽ ഒരു ലെയർ ഓഫ് പാർട്ടിക്കിൾസിനെ വരച്ചു. അങ്ങനെയാകുമ്പോൾ ഇനി ഇവിടെ പാർട്ടിക്കിൾസിന് വെക്കാൻ പറ്റൂല. നെക്സ്റ്റ് പാർട്ടിക്കിൾസ് നിങ്ങൾ വെക്കേണ്ടത് ഇവിടെയാ അല്ലേ? ഇവിടെ വെച്ചാൽ ദാറ്റ് ഈസ് ഇവിടെ പാർട്ടിക്കിൾസിനെ വെച്ചാൽ യു വിൽ ഗെറ്റ് അനദർ വൺ. പിന്നെ ഇതിന്റെ താഴെ ഇങ്ങനെ വെച്ച് പോക്കാം. ഞാൻ കൂടുതൽ വരച്ചാൽ കോംപ്ലിക്കേഷൻ ആവും. ഇനി അതല്ല, അപ്പോൾ ഇത് എ ടൈപ്പ്, ഇത് ബി ടൈപ്പ്. നോക്കണേ, ഞാൻ അതല്ല, വേറൊരാൾ 3D പാക്കിംഗ് നടത്തുന്നത് ഇങ്ങനെ. അതായത് ഇവിടെ വെക്കുന്നതിന് പകരം ഹീസ് പ്ലേസിങ് ഇവിടെ വെക്കുന്നതായിരിക്കുക. അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോൾ, അതായത് ഇതിന് നടുക്കാണ് ബോൾ വെക്കുന്നത്. ബോൾ വെച്ചാൽ ഞാൻ അതിൻ്റെ മേലെ പാർട്ടിക്കിൾസിനെ വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്ക്, ദാറ്റ് ഇസ് വരച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞെടുക്കുന്ന ബ്ലൂ ലെയറിന്റെ മേലെയായിട്ടല്ലേ ആ മൂന്നാമത്തെ ലെയർ വന്നിരിക്കുന്നത്. പക്ഷെ ഈ കേസിലാണെങ്കിൽ നിങ്ങൾ പാർട്ടിക്കിൾസിനെ വരച്ചപ്പോ ഒരു സെപ്പറേറ്റ് ലെയർ കാണുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ 3 ഡയമെൻഷണൽ പാക്കിങ് 2 തരത്തിലുണ്ട്. ഇത് എ ടൈപ്പ് ഓഫ് ലെയർ, ഇത് ബി ടൈപ്പ് ഓഫ് ലെയർ. ഇനി മൂന്നാമത്തെ ലെയർ നിങ്ങൾ ഇങ്ങനെയാണ് വെച്ച് പോകുന്നത് എങ്കിൽ പിന്നെ ഇവിടെ വെക്കണം, പിന്നെ ഇവിടെ വെക്കണം, പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ച് പോകും. തൽക്കാലത്തെ ഒന്നും പറഞ്ഞില്ല. ഇവിടെയാണ് വെച്ച് പോകുന്നത്, ഈ പോയിന്റിലാണ് വെക്കുന്നതെങ്കിൽ എ ന്യൂ ലെയർ ഈസ് ഫോംഡ്. ദാറ്റ് ഈസ് സി ലെയർ ഈസ് ഫോംഡ്. ഇനി നിങ്ങൾ നാലാമത്തെ ലെയറാ വരുന്നതായിരിക്കാം. ഇങ്ങനെ വെച്ച് പോകും. നിങ്ങൾ വേണേൽ വരച്ചു നോക്കാം. ഇതിന്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് ABC. അടുത്ത നാലാമത്തെ ലെയർ ഏതന്നെയായിരിക്കും കേട്ടോ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ബ്ലൂ ലെയറിന്റെ ഒരു റെപ്പിറ്റേഷൻ ആയിരിക്കും അടുത്ത നാലാമത്തെ ലെയർ ABC. ഇതിന്റെ പേരാണ് ABC പാക്കിംഗ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയർ എ ലെയർ, സെക്കൻഡ് ലെയർ ബി ലെയർ, തേർഡ് ലെയർ സി ലെയർ, ഫോർത്ത് ലെയർ എയുടെ റെപ്പിറ്റേഷൻ BC, അങ്ങനെ പാക്ക് ചെയ്ത് പോകും. ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ABC പാക്കിംഗ് എന്നാ പറയാം. ഇനി അതല്ല, ഒരാൾ ഇങ്ങനെയാണ് വെക്കുന്നത് വിചാരിക്കുക. ദിസ് ഇസ് എ ലെയർ അല്ലേ? ബ്ലൂ കളർ എ ലെയർ, റെഡ് കളർ എന്തെന്ന് ബി ലെയർ. മൂന്നാമത്തെ ലെയർ അവിടെ വെച്ചിട്ട് ബ്ലാക്കിൽ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, താഴത്തെ ആ ബ്ലൂ ലൈനിന്റെ മേലെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ബ്ലൂ ലൈനിന്റെ റെപ്പിറ്റേഷൻ അല്ലേ വന്നിരിക്കുന്നത്. ബ്ലൂ മീൻസ് എ അല്ലേ? ദോർഫോർ എ അടുത്ത ഏതാ? നെക്സ്റ്റ് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ബി ആയിരിക്കും. അപ്പൊ എനിക്ക് പറയാം ഇതിന്റെ പേരാണ് AB ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. റൈറ്റ്? അപ്പൊ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് 2 തരത്തിലുണ്ട്. ഒന്നുകിൽ ABC ടൈപ്പ് അല്ലെങ്കിൽ AB. നിങ്ങളോട് എക്സാമിന് ചോദിച്ചാൽ ABCയും ABയും ചോദിച്ചാൽ നിങ്ങൾ ഇത് രണ്ടും വരച്ചു വെക്കുക. എന്നിട്ട് പറയാം ഹിയർ തേർഡ് ലെയർ ഈസ് എ ന്യൂ ലെയർ. അത് മാത്രം വെച്ചാൽ മതി. ഹിയർ തേർഡ് ലെയർ ഈസ് എ റെപ്പിറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലെയർ. ഇനി ഈ ABC പാക്കിങ്ങിന്റെ മറ്റൊരു പേരാണ് വി കോൾ ഇറ്റ് ആസ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്നും പറയും. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്നും പറയും. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എല്ലാം പറയാം CCP എന്നാണ് പറയാം. CCP എന്ന് പറയും. റൈറ്റ്? ഇനി ABയുടെ മറ്റൊരു പേരാണ് ദാറ്റ് ഈസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നും പറയും. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്.
HCP, അതായത് ഹെക്സഗണലിന്റെ H, ക്ലോസിന്റെ C, പാക്കിങ്ങിന്റെ P, HCP. ഇവിടെ ക്യൂബിക്കിന്റെ C, ക്ലോസിന്റെ C, പാക്കിങ്ങിന്റെ HCP എന്ന് പറയും. റൈറ്റ്? ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് 3-dimensional ക്ലോസ് പാക്കിംഗ്. ഇനി നമുക്ക് ഇതിന്റെ കോഓർഡിനേഷൻ നമ്പർ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കോർഡിനേഷൻ നമ്പർ മനസ്സിലാക്കണം. കോർഡിനേഷൻ നമ്പർ ഈസ് നത്തിങ് ബട്ട് ദി നമ്പർ ഓഫ് നിയറസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ? ഒരു പാർട്ടിക്കിൾസ് ചുറ്റുമുള്ള നിയറസ്റ്റ് പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ്. തൽക്കാലത്തേക്ക് കോർഡിനേഷൻ നമ്പർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലത്തേക്ക് ഈ സി ലെയറിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, മായ്ക്കാൻ പോവാ. സി ലെയറിന്റെ ആവശ്യം തൽക്കാലത്ത് ഞാൻ ഒഴിവാക്കാൻ പോവാ. ഒരു കാര്യം ചെയ്യണേ, ദാറ്റ് ഈസ് ഈ ഒരു ബോളിനെ കൺസിഡർ ചെയ്യാം. ഈ നീല ബോളിനെ, താഴത്തെ ലെയറിൽ കിടക്കുന്ന നീല ബോളിനെ കൺസിഡർ ചെയ്യാം. ആ നീല ബോളിനെ ടച്ച് ചെയ്തുകൊണ്ട് മറ്റ് എത്ര ബോൾസ് ഉണ്ട്, ആ ബോൾസിന്റെ എണ്ണമല്ലേ കോർഡിനേഷൻ നമ്പർ? യെസ്. അങ്ങനെയാകുമ്പോൾ ഈ നീല ബോളിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇതാ ഇവിടെ ഒരു നീല ബോൾ 2, 3, 4, 5, 6 നീല ബോൾസ് അതിന്റെ സ്വന്തം ലെയറിലുണ്ട്. റൈറ്റ്? ഇനി നെക്സ്റ്റിലാണ് ഈ റെഡ് ബോള്, ഈ റെഡ് ബോള്, ഈ റെഡ് ബോള്, ഈ 3 റെഡ് ബോളുകളും ഈ നീല ബോൾ, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന നീല ബോൾ ഈസ് ദിസ് മാൻ, ദിസ് ഇസ് ദി നീല, ഇയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇയാളുടെ കോർഡിനേഷൻ നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. ഇതിന് ചുറ്റിലും 1, 2, 3, 4, 5, 6 ബോൾസ് ഉണ്ട്. 3 ചുവപ്പ് ബോളും ഇതിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ നേരെ മേലെയുണ്ട് 3 ചുവപ്പ് ബോൾ. നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരാളുടെ കോർഡിനേഷൻ നമ്പർ കാണണമെങ്കിൽ ആദ്യം ആ സ്വന്തം ലെയറിൽ അതിനെ ടച്ച് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് 6, 3 പാർട്ടിക്കിൾസ് മേലെ. റെഡി? അങ്ങനെയാണെങ്കിൽ വിശാലമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലെയറിലാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ 3 മേലെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 3 താഴെ ഉണ്ടാവും. അതായത് ഈ നീല ബോളിൽ നിങ്ങൾക്ക് താഴത്തെ 3 കാണാൻ പറ്റൂല, കാരണം അതിന്റെ നമ്മൾ അവിടുന്ന് തുടങ്ങുന്നല്ലേ. പക്ഷേ 1, 2, 3, 4, 5, 6 കുറേ ലെയർ ഓഫ് പാർട്ടിക്കിൾസിനെ ആയിരിക്കാം. അങ്ങനെയാകുമ്പോൾ ഈ ഒരു 5ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ ലെയറിലെ പാർട്ടിക്കിൾസിലുള്ള ഒരാളുടെ കോർഡിനേഷൻ നമ്പർ കാണാൻ ആ ലെയറിൽ 6, അതിൻ്റെ മേലത്തെ ലെയറിൽ 3, അതിൻ്റെ താഴത്തെ ലെയറിലും 3 ഉണ്ടാവും, ടച്ച് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പായും ടച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോഓർഡിനേഷൻ നമ്പർ ഈ കേസിൽ എത്രയായിരിക്കും? 12 ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ 12 ആയിരിക്കും. ഇനി ഈ കേസിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ. തൽക്കാലത്തേക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലാക്ക് അങ്ങ് മായ്ക്കാൻ പോവാ. ഇതെന്ത് തന്നെ ആക്കുക? നമ്മൾ ബ്ലൂ തന്നെ ആക്കുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ചേഞ്ചസ് ടു ബ്ലൂ ആയിക്കോട്ടെ. അതായത് നമ്മൾ ഇത് മതി കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ, അത് മതി. ഇത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം അല്ലേ. അതിന്റെ കോർഡിനേഷൻ നമ്പറാണ് കാണേണ്ടത്. സ്വന്തം ലെയറിൽ എത്രയുണ്ട്? 6 ഉണ്ട്. 3 റെഡ് ബോൾ മേലെയുണ്ട്. 6, 3 എത്രയായി? 9ആയി. നൗ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ വിശാലമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ 3 താഴെ ഉണ്ടാവില്ലടോ. അങ്ങനെയാകുമ്പോൾ ആ കേസിലും കോർഡിനേഷൻ നമ്പർ എത്ര തന്നെയായിരിക്കും? 12 തന്നെയായിരിക്കും. സ്വന്തം ലെയറിൽ 6, 3 മേലത്തെ ലെയറിൽ, 3 താഴത്തെ ലെയറിൽ. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ കോർഡിനേഷൻ നമ്പറും 12 തന്നെയായിരിക്കും. റൈറ്റ്? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്. ദാറ്റ് ഈസ് വോയിഡ്സ് എന്ന് പറഞ്ഞ സങ്കല്പമാണ്. വോയിഡ്സ്, VOIDS അല്ലെ, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്, INTERSTETIALSPAC, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. വാട്ട് ഇസ് വോയിഡ്സ്? ഞങ്ങളോട് പറഞ്ഞേക്ക്, നിങ്ങൾ എങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത് വാക്കന്റ് സ്പേസ് ഉണ്ടാവും. ഈ വാക്കന്റ് സ്പേസിന് പറഞ്ഞ പേരാണ് വി കോൾഡ് ആസ് വോയിഡ്സ്. ഇറ്റ് ഇസ് ദ വാക്കന്റ് സ്പേസ് ഇൻ എ ക്ലോസ് പാക്കിംഗ്. There are 2 types of voids. 2 തരത്തിലുള്ള വോയിഡ്സ് ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ 3-dimensional ക്ലോസ് പാക്കിങ്ങിന്റെ A ലെയറും B ലെയറും മാത്രം വരക്കുക. C ലെയർ വരക്കേണ്ട ആവശ്യമില്ല. A ലെയറും B ലെയറും നമുക്ക് കാര്യം മനസ്സിലാവും. നോക്കണേ കുട്ടികൾ, നിങ്ങൾ നോക്ക്. ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ താഴത്തെ 3 ബോളിന്റെ അതിന്റെ മേലെ ഒരു റെഡ് ബോൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു വാക്കന്റ് സ്പേസ് ഉണ്ടാവൂലേ? there is a vacant space is there. ഇതൊരു വാക്കന്റ് സ്പേസാ. ഇവിടെ ഉണ്ടോ ഒരു വാക്കന്റ് സ്പേസ്? റൈറ്റ്? ഇവിടെയും വാക്കന്റ് സ്പേസ് ഉണ്ട്.
ഇവിടെ വാക്കന്റ് സ്പേസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയോ? താഴത്തെ ബ്ലൂ ബോൾ, മേലത്തെ 3 റെഡ് ബോൾ, അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് വാക്കന്റ് സ്പേസ് ഉണ്ട്. ഇവിടെ വാക്കന്റ് സ്പേസ് ഉണ്ട്, ഇവിടെ വാക്കന്റ് സ്പേസ് ഉണ്ട്, ഇവിടെ വാക്കന്റ് സ്പേസ് ഉണ്ട്. അങ്ങനെ കുറേ വാക്കന്റ് സ്പേസുകൾ കാണാൻ പറ്റും. പക്ഷേ ആ 2 വാക്കന്റ് സ്പേസും ഒരുപോലത്തെ അല്ല, അല്ല 2 വോയിഡ്സും ഒരുപോലത്തെ അല്ല. വാട്ട് ഇസ് ദ ഡിഫറൻസസ്? നിങ്ങൾ നോക്കണേ. നിങ്ങൾ നോക്ക്, ഈ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നത് ശരിക്കും നോക്കണേ, 1 2 3 3 നീല ബോൾ, ദാറ്റ് ഈസ് 3 നീല ബോൾ, 3 നീല ബോൾ, 3 റെഡ് ബോളിൻ്റെ ഇടക്കുള്ള ഗ്യാപ്പല്ലടോ ഇത്. ഞാൻ ഇവിടെ അതിനെ മാറ്റി വരക്കുകയാണ്. ഞാൻ ഇതിനെ മാറ്റി വരച്ചു. ഒരു നീല ബോൾ മേലെയുള്ള ഈ നീല ബോൾ ഇവിടെ വരച്ചു. ദെൻ 2 റെഡ് ബോളും വരച്ചു. റൈറ്റ്? ഓക്കെ. നൗ ഒരു നീല ബോൾ, 2 നീല ബോൾ, താഴത്തെ നീല ബോൾ വരച്ചു. ഇനി നോക്കുക, 2 റെഡ് ബോൾ, ഒരു റെഡ് ബോൾ ഇവിടെ. ദാറ്റ് യു ക്യാൻ ഡ്രോ ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ദാറ്റ് ഈസ് വരക്കാൻ എളുപ്പമായി പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ 1 മേലെ 2 താഴല്ലേ ഉള്ളത്. അടുത്തതിൽ റെഡ് നിങ്ങൾ ഇവിടെ അങ്ങ് വരക്കുക. ദെൻ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു റെഡ് ഇവിടെയും ഒരു റെഡ് ഇവിടെയും വരക്കുക. അങ്ങനെയാകുമ്പം ഇവിടെ ഒരു ഗ്യാപ്പില്ലേ? അതേസമയം ഇവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ആ ഗ്യാപ്പ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ നോക്ക്. അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് നോക്കൂ നിങ്ങൾ. ദാറ്റ് ഈസ് 1 2 3 3 നീല ബോള്, 3 നീല ബോൾ ഇവിടെ വരച്ചു. റെഡി? ദെൻ അതിൻ്റെ മേലെ ഒരു റെഡ് ബോളും വരച്ചു. അപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇവിടെയും ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. റെഡി? ഈ ഗ്യാപ്പും ഒരുപോലത്തെ ഗ്യാപ്പല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, നമ്മുടെ ക്ലോസ് പാക്കിങ്ങിലെ വോയിഡ്സുകളെ 2ആയി തരംതിരിക്കാം. ദിസ് വോയിഡ് ഈസ് ആക്ച്വലി ഫോംഡ് ബൈ 6 പാർട്ടിക്കിൾസ്. ഈ ഉണ്ടായിരിക്കുന്ന വോയിഡിന് ഒരു ഷേപ്പ് ഉണ്ട്, ഒരു വോയിഡിന്റെ ഷേപ്പാണ്. വോയിഡിന്റെ ഷേപ്പ് ഒക്ടാഹെഡ്രൽ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിന്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്നാണ് പറയുന്നത്. അതേസമയം ഇവിടെയും വോയിഡ്സ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദാറ്റ് വോയിഡ് ഈസ് ഫോംഡ് ബൈ 4 പാർട്ടിക്കിൾസ്. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ്, അതിന്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് ടെട്രാഹെഡ്രൽ വോയിഡ്. ടെട്രാഹെഡ്രൽ വോയിഡ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്ലാസ് പാക്കിങ്ങിൽ 2 തരത്തിലുള്ള വോയിഡ്സ് ഉണ്ട്. ടെട്രാഹെഡ്രൽ വോയിഡും ഉണ്ട്, ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ തന്ന സാധനങ്ങളൊക്കെ ഇതൊരു വോയിഡ് അല്ലേ? ഈ വോയിഡ് ഉണ്ടായിരിക്കുന്ന 3 നീല ബോളും ഒരു മേലത്തെ റെഡ് ബോളും, മൊത്തം 4 പാർട്ടിക്കിൾസാ. ടെട്രാഹെഡ്രൽ വോയിഡാ. ഇതുണ്ടായിരിക്കുന്നത് ഇത് കുറേ എണ്ണം ഉണ്ട്. 3 നീല ബോൾ, 3 റെഡ് ബോൾ. ദിസ് ഇസ് എൻ ഒക്ടാഹെഡ്രൽ വോയിഡ്. റൈറ്റ്? ദിസ് ഇസ് എ ടെട്രാഹെഡ്രൽ വോയിഡ്. നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒക്ടാഹെഡ്രൽ വോയിഡാ. ദിസ് ഇസ് എ ടെട്രാഹെഡ്രൽ വോയിഡ്. വോയിഡ് അല്ലേ? ടെട്രാഹെഡ്രൽ വോയിഡാ. ഇതും ടെട്രാഹെഡ്രൽ വോയിഡാ, ഇതും ടെട്രാഹെഡ്രൽ വോയിഡാ, ഇതും ടെട്രാഹെഡ്രൽ വോയിഡാ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു പാക്കിംഗ് നടത്തി കഴിഞ്ഞാൽ ഒക്ടാഹെഡ്രൽ വോയിഡിനെയും കാണാൻ പറ്റും, ടെട്രാഹെഡ്രൽ വോയിഡിനെയും കാണാൻ പറ്റും. നിങ്ങൾ നോക്ക്, ഇവിടെ ടെട്രാഹെഡ്രൽ വോയിഡിന്റെ എണ്ണം വളരെ കൂടുതലുള്ളത് ഒക്ടാഹെഡ്രലിനേക്കാൾ. അപ്പോൾ എനിക്ക് പറയാം, ജനറലി എ റിലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. If there are n number of particles ഉണ്ടെങ്കിൽ, അതായത് n number of particles ഉണ്ടെങ്കിൽ number of tetrahedral voidന്റെ എണ്ണം is equal to 2n ആയിരിക്കും. അതായത് 100 ബോളുകൾ കൊണ്ടാണ് നിങ്ങൾ പാക്ക് ചെയ്യുന്നതെങ്കിൽ 200 ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും. അതുപോലെ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ് ഈസ് ഈക്വൽ ടു n ആയിരിക്കും. 100 ബോൾ ഉണ്ടെങ്കിൽ 100 ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 3n ആയിരിക്കും. ഇതാണ് വോയിഡ്സ്. ഈ വോയിഡ്സുമായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ ഭാഗം കഴിഞ്ഞതിന് ശേഷം പ്രോബ്ലം ചെയ്യും. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ വോയിഡ്സുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഇത്രയാണ് വോയിഡ്സിനെ പറ്റിയിട്ടുള്ള ക്ലാസ്. ഓക്കെ, താങ്ക് യു.